ഇനിയും പിതാവിനെ പൂർണ്ണമായിട്ടും പ്രസാദിച്ച ഒരു മനുഷ്യൻ്റെ കാര്യം ഞാൻ കാണിക്കാം. നമുക്ക് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് പോകാം. അവിടെ ഇതേ പദം തന്നെ നമുക്ക് വായിക്കാൻ കഴിയും. ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ യോഹന്നാൻ സ്നാപകനാൽ സ്നാനപ്പെടേണ്ടതിന് വേണ്ടി വരുന്ന യേശുവിനെ നാം കാണുന്നു. 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്ന് ആത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു ശബ്ദം സ്വർഗത്തിൽ നിന്നുണ്ടായി. മത്തായി 3-ാം അധ്യായം 17-ാമത്തെ വാക്യം. മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളോട് അവൻ പറഞ്ഞെന്താണ്? അവനവരിൽ പ്രസാദിച്ചില്ല. ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടോ? ഇവിടെ യേശുക്രിസ്തുവിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ഞാൻ ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു. 40 കൊല്ലം മരുഭൂമിയിലായിരുന്ന ഇസ്രായേൽ മക്കളെക്കുറിച്ചാണ് അവനിത് പറയുന്നത്. ഞാൻ ഇവരിൽ പ്രസാദിച്ചില്ല. 30 കൊല്ലം നസറേത്ത് ജീവിച്ച യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഈ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ 40 വർഷം എല്ലാ ദിവസവും അമാനുഷികമായിട്ടുള്ള എത്രയോ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. അവരെക്കുറിച്ചാണ് ഞാൻ അവർ പ്രസാദിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്. എന്നാൽ യേശുവിൻ്റെ ജീവിതത്തിൽ 30 വർഷവും ഒരമാനുഷികമായ അത്ഭുതവും നടന്നില്ല. എങ്കിലും ദൈവം അവന് പ്രസാദിച്ചു. അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും? ദൈവം ഒരു വ്യക്തിയിൽ പ്രസാദിക്കുമ്പം എനിക്ക് നിശ്ചയമാണ് യേശു എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അവൻ 30 കൊല്ലം പ്രാർത്ഥിച്ചു. ഒരമാനുഷികമായ അത്ഭുതം അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായില്ല. ഒരു രോഗിയെ അവൻ ഒരിക്കലും സൗഖ്യമാക്കിയില്ല. അന്യഭാഷയിൽ ഒരിക്കലും സംസാരിച്ചില്ല. സത്യത്തിൽ ഒരിക്കലും അവൻ്റെ ജീവിതത്തിൽ അവൻ അന്യഭാഷ പറഞ്ഞില്ല. തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അന്യഭാഷ പറയാത്ത ഒരാളിൽ ദൈവത്തിന് പ്രസാദിക്കാനായിട്ട് കഴിയുമോ? പെന്തക്കോസ്തുകാർ പറയില്ല. ഞാൻ പറയും കഴിയും. യേശുവാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അമാനുഷികമായ ഒരു അത്ഭുതവും നടക്കാത്ത ഒരു വ്യക്തിയിൽ അവനിൽ ദൈവത്തിന് പ്രസാദിക്കാൻ കഴിയുമോ? കഴിയും. യേശുവാണ് അതിന് ഉദാഹരണം. ഇപ്പം ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു അത്ഭുതം അനുഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾ അനുഭവിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ എന്തെങ്കിലും സൃഷ്ടിച്ച് അതൊരു അത്ഭുതമായിരുന്നെന്ന് നിങ്ങൾ പറയുമോ? കാരണം അങ്ങനെ ഒരു സാക്ഷ്യം നിങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം? എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായതിനെ വക്രീകരിച്ച് അതൊരു അത്ഭുതമാണെന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? അതിൻ്റെ കാരണം ഞാൻ പറയാം. കാരണം നിൻ്റെ ഹൃദയത്തിൽ നീ ചിന്തിക്കുന്നത് ദൈവം അത്ഭുതം ചെയ്യുന്നില്ലെങ്കിൽ അവൻ നിന്നിൽ സന്തുഷ്ടനല്ലെന്നാണ്. അത് ചവറാണ്. യേശുവിലേക്ക് നോക്കുക. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലേക്ക് നോക്കുക. പ്രസാദമില്ല, പ്രസാദിച്ചിരിക്കുന്നു. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. മറ്റൊരു സഭയിലും ആരും നിങ്ങളോട് ഇത് പറയില്ല. എന്നാൽ വചനത്തിൽ നിങ്ങൾക്കിത് മനസ്സിലാക്കാം. പൗലോസ് പറയാണ് തൻ്റെ ആഗ്രഹം അവനെ പ്രസാദിപ്പിക്കുന്നതാണെന്ന്. ആരായിരുന്നു അവൻ്റെ മാതൃക? ഇസ്രായേൽ മക്കളായിരുന്നില്ല, യേശുവായിരുന്നു. നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് പിതാവ് യേശുവിൽ പ്രസാദിച്ചതെന്ന്? അത് നമുക്കറിയാം. എബ്രായർ 4:15 നമുക്കെല്ലാവർക്കും സുപരിചിതമായ വാക്യം. നമുക്ക് തുല്യം സകലത്തിലും അവൻ നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ടു, എന്നാൽ അവൻ പാപം ചെയ്തില്ല. ഇസ്രായേൽ മക്കൾ എല്ലാ ദിവസവും 40 വർഷം എന്താണ് അനുഭവിച്ചുകൊണ്ടിരുന്നത്? അമാനുഷികമായ അത്ഭുതങ്ങൾ, സ്വർഗത്തിൽ നിന്നുള്ള മന്ന, അത്ഭുത രോഗസൗഖ്യം, പാറ പിളർന്ന വെള്ളം, മേഘസ്തംഭം, മരുഭൂമിയിൽ സൂര്യൻ്റെ ചൂടേൽക്കാതെ അവരെ സംരക്ഷിച്ചു. മേഘം അവർക്ക് ചെയ്ത ഒരു കാര്യം അതായിരുന്നു. ഈ വലിയ മേഘം അവർക്ക് എപ്പോഴും ഒരു തണലൊരുക്കി. മരുഭൂമിയിൽ കൊണ്ട് നടക്കുന്ന എത്ര ബുദ്ധിമുട്ടാണ്, എന്നാൽ ഈ മേഘം തണലൊരുക്കി. അതുപോലെ ആ അഗ്നിത്തൂണ് അവരുടെ ക്യാമ്പിൽ അവർക്ക് വെളിച്ചം കൊടുത്തു. രാത്രി മുഴുവനും എന്തൊരു വലിയ സംരക്ഷണം. ഒരു വന്യമൃഗവും അവരുടെ അടുക്ക വരികയില്ല. എല്ലാ ദിവസവും അമാനുഷികമായ സംരക്ഷണം. എല്ലാ ദിവസവും യേശുവിനെന്തുണ്ടായിരുന്നു? പരീക്ഷിക്കപ്പെട്ടു, എങ്കിലും പാപം ചെയ്തില്ല. അടുത്ത ദിവസം പരീക്ഷിക്കപ്പെട്ടു, പാപം ചെയ്തില്ല. അടുത്ത വർഷം പരീക്ഷിക്കപ്പെട്ടു, പാപം ചെയ്തില്ല. 30 കൊല്ലങ്ങൾ. നിങ്ങൾ കണ്ടോ ഇസ്രായേൽ മക്കളും യേശുവും തമ്മിലുള്ള ആ വ്യത്യാസം? യേശുവിൻ്റെ കാര്യത്തിൽ ഓരോ ദിവസവും അവൻ്റെ ജീവിതത്തിലുണ്ടായ പരീക്ഷകളെ അവൻ ജയിച്ചുകൊണ്ടിരുന്നു. ഇസ്രായേൽ മക്കളുടെ കാര്യത്തിൽ അവരെല്ലാ ദിവസവും അത്ഭുതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നു. എൻ്റെ പ്രിയ സഹോദരീശ്വരന്മാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, സത്യസന്ധമായി പറയുക, നിങ്ങൾക്കെന്താ വേണ്ടത്? തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടെങ്കിൽ
ദൈവം പറയുകയാണ്, എല്ലാ ദിവസവും ഞാൻ നിന്റെ ജീവിതത്തിൽ അമാനുഷികമായ അത്ഭുതങ്ങൾ ചെയ്യും. എന്നാൽ പെറുപെറുപ്പും പരാതിയും നിന്റെ ജീവിതത്തിൽ പിന്നെയും കാണും, നാളെക്കുറിച്ചുള്ള വിചാരങ്ങളൊക്കെ. എന്നാൽ എല്ലാ ദിവസവും നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. നിങ്ങൾക്ക് ആ ജീവിതമാണോ വേണ്ടത്? അതോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു അത്ഭുതവും നടന്നില്ലെങ്കിലും ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല, എന്നാൽ നീ പാപത്തെ ജയിക്കും. നീ ഒരിക്കലും പെറുപെറുക്കില്ല, ഒരിക്കലും പരാതിപ്പെടുകയില്ല, അശ്ലീല ചിത്രം ഒരിക്കലും കാണുകയില്ല, സ്ത്രീയെ ഒരിക്കലും മോഹിക്കില്ല, ഒരിക്കലും നീ കോപിക്കില്ല, പണത്തെ ഒരിക്കലും സ്നേഹിക്കില്ല, നിന്റെ ശത്രുവിനെ നീ സ്നേഹിക്കും, നിന്നെ ശപിക്കുന്നവരെ നീ അനുഗ്രഹിക്കും. എന്നാൽ ഒരത്ഭുതവും നിന്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. നിങ്ങളിൽ എത്ര പേര് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഇപ്രകാരം പറയും, കർത്താവേ, എനിക്കതാ വേണ്ടിയത്? അതാണ് തെളിയിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന്. ഞാൻ നിങ്ങളെ ഒരു സ്കാൻ റിപ്പോർട്ട് കാണിക്കുകയാണ്, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ. അങ്ങനെ നിങ്ങൾ ആത്മീയനാണെന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിക്കും. ഒരുപക്ഷെ കൊരിന്ത്യയിലുള്ള വിശ്വാസികളെ പോലെ നിങ്ങൾക്ക് ദൈവവചനത്തിൻ്റെ വലിയ അറിവുകൾ കാണും. കൊരിന്ത്യയിലുള്ള വിശ്വാസികൾ നല്ല പാട്ടുകാരുമായിരിക്കും. ദൈവവചനത്തിൻ്റെ അറിവ്, പാട്ടുപാടാനുള്ള കഴിവ്, അതുപോലെ ആത്മാവിൻ്റെ പല വരങ്ങളും. എന്നാൽ അവരിൽ ദൈവം പ്രസാദിച്ചിരുന്നില്ല. എനിക്കറിയാം എനിക്ക് എന്താ വേണ്ടിയെന്ന്. ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ ഞാൻ യേശുവിനെ പറ്റി ഇത് വായിച്ച ആ സമയത്ത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ആ ഭാഗം ഞാൻ വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ ആഗ്രഹമുണ്ടായി. ഞാൻ പറഞ്ഞു, പിതാവേ, ദയവായിട്ട് സ്വർഗത്തിൽ നിന്ന് എന്നെക്കുറിച്ച് പ്രകാരം പറയണേ. എല്ലാ ദിവസവും എൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് നിനക്കിങ്ങനെ പറയാൻ കഴിയുമോ? എല്ലാ ദിവസവും ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന്. നിങ്ങളൊരു സഹോദരിയാണെങ്കിൽ ഇവൾ എൻ്റെ പ്രിയപുത്രി, ഇവളിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന്. ഞാൻ പറയട്ടെ, എൻ്റെ ഹൃദയത്തിൽ തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹം അതിനായിട്ടുണ്ടായി. ഞാൻ പറഞ്ഞു, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എനിക്കെല്ലാം നഷ്ടപ്പെട്ടാലും, എനിക്ക് പണം വേണ്ട, എനിക്ക് വീട് വേണ്ട, എനിക്ക് എല്ലാം തന്നെ നഷ്ടപ്പെട്ടാലും, സംസാരിക്കാനുള്ള കഴിവ് പോലും, എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടാലും, വേണമെങ്കിൽ നീ എന്നെ ഒരു പൊട്ടനാക്കിക്കോ, എന്നെ ഒരു തളർവാദ രോഗിയാക്കിക്കോ, എനിക്കൊരു കാര്യം മാത്രം മതി. എൻ്റെ ദൈനംദിന ജീവിതത്തിലേക്ക് നീ നോക്കിയിട്ട് നിനക്ക് പറയാൻ കഴിയണം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന്. എനിക്കറിയാം, ഇതെൻ്റെ ആഗ്രഹമായപ്പം ദൈവം എന്നെ സഹായിക്കാനായിട്ട് തുടങ്ങി എൻ്റെ ജീവിതത്തിൻ്റെ പല മേഖലയിലും. സത്യസന്ധമായി ഞാൻ പറയട്ടെ, എനിക്ക് അത്ഭുതമല്ല വേണ്ടിയത്. ദൈവം ചെയ്യുന്നെങ്കിൽ നല്ലത് തന്നെ. അവനങ്ങനെ ചെയ്യുന്നില്ലെങ്കിലും എനിക്കതിൽ പരാതിയില്ല. എനിക്കൊരിടത്തും ഇങ്ങനെ ഒരു സാക്ഷ്യം പറയണ്ട, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു കാര്യം സംഭവിച്ചു, അത്ഭുതകരമായി ദൈവം എൻ്റെ രോഗത്തെ സൗഖ്യമാക്കി. ഒരുപക്ഷെ നിങ്ങൾ ചിലത് അനുഭവിച്ചിട്ടുണ്ടാവും, നല്ലത്. എന്നാൽ നീ അതിൽ പ്രശംസിക്കുന്നുണ്ടോ? അതാണ് പ്രശ്നം. അത് ഏറ്റവും മോശമാണ്. നീ അനുഭവിച്ചത് നല്ല കാര്യമാണ്, എന്നാൽ അതേപ്പറ്റി നീ കൂടുതൽ സംസാരിക്കുമ്പോൾ അതെല്ലാം നശിപ്പിക്കും. അത് ഇതുപോലാണ്. ആ അത്ഭുതം ഒരു നല്ല ചിക്കൻ കറി പോലാണ്. നിങ്ങൾ അതേപ്പറ്റി പ്രശംസിക്കുമ്പോൾ ആ കറിയിൽ ഒരു ചത്ത പല്ലിയിടുന്ന പോലാണ്. അത് കഴിഞ്ഞു, അത് മൊത്തം നിങ്ങൾ നഷ്ടമാക്കി. ആ അത്ഭുതം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇതുപോലെയുള്ള ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ പിതാവിനെ പ്രസാദിപ്പിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെങ്കിൽ, മറ്റൊരു ക്രിസ്ത്യാനിയും അറിയുന്നതിനപ്പുറത്ത് നിങ്ങൾക്ക് ദൈവത്തെ ആഴത്തിൽ അറിയാനായിട്ട് കഴിയും. ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾ കോപത്തെ ജയിക്കും. നിങ്ങൾ ചിലർക്ക് കോപമാണ് പ്രശ്നം. എന്നെ വിശ്വസിക്കൂ, നിങ്ങൾ 99% നിങ്ങൾ 100% അതിനെ ജയിക്കും. നിങ്ങളിൽ ചിലരുടെ പ്രശ്നം പുറപെറുക്കുന്നതും പരാതിപ്പെടുന്നതുമാണ്. നിങ്ങൾ അതിനെ 100% ജയിക്കും. അശ്ലീല ചിത്രങ്ങൾ കാണുന്നതാണ് ചിലരുടെ പ്രശ്നം. 100% നീ അതിനെ ജയിക്കും. 100%. നിങ്ങൾ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ കണ്ടാൽ രണ്ടാമത് ഒന്നുകൂടെ അവളെ നോക്കത്തില്ല. 100%. എന്നാൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എന്ന് നിന്നെ പ്രസാദിപ്പിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആഗ്രഹമെന്ന് അവനോട് പറയുമോ? നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ അതാണ് നിങ്ങളുടെ ആഗ്രഹമെന്ന് ദൈവം കാണട്ടെ.